ഹലോ, ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് അവക്കാഡോ ജ്യൂസാണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ദിവസം 2-3 ദിവസമായിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത് ജ്യൂസ് അടിക്കുക. അപ്പോൾ ചായയ്ക്ക് പകരം വൈകുന്നേരം 4 മണി ടൈമിൽ ചായയ്ക്ക് പകരം ഇന്ന് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് സൺഡേ ആണല്ലോ, അപ്പോൾ വീട്ടിലെല്ലാവരും ഉള്ള ദിവസമാണല്ലോ. അപ്പോൾ ഞാൻ 2 ചെറിയ അവക്കാഡോ ആണ്, ഇന്ന് പഴുത്തതുമാണ്. അപ്പോൾ അതെടുത്തു കട്ട് ചെയ്ത് സ്പൂൺ കൊണ്ട് അതിൽ കംപ്ലീറ്റ് അതിലത്തെ പൾപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇതാ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഭാഗമൊക്കെ പാർട്ടൊക്കെ കളയാം. അപ്പോൾ 2 അവക്കാഡോ വെച്ചിട്ട് 2 വളരെ ചെറിയ അവക്കാഡോ വെച്ചിട്ടാണ് ഞാനിന്ന് ജ്യൂസ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഏറ്റവും ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വെള്ളം ചേർക്കാതെ 1 ഗ്ലാസ് പാല് ആദ്യം എടുത്തു. അത് ഞാനിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ചേർക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ചേർത്തത് 2 അവക്കാഡോയും പിന്നെ ആ ഒരു ഗ്ലാസ് പാലും, ഇത്രയും ഐറ്റംസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ അവക്കാഡോ എന്ന് പറയുമ്പോഴത്തേനും വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരുപാട് നല്ലൊരു ഫ്രൂട്ടാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ജ്യൂസ് അടിച്ച് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇത് പല രീതിയിൽ ഇപ്പം അവക്കാഡോ സാൻഡ്വിച്ച് ചെയ്തൊക്കെ കഴിക്കും. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇന്ന് ഇതിന് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പഞ്ചസാരയില്ല, ഡയറക്റ്റ് ഷുഗർ ചേർക്കുന്നില്ല. ഞാൻ ടേസ്റ്റ് കുറച്ചും കൂടെ കൂട്ടാനായിട്ട് വാനില ഫ്ലേവേർഡ് ഐസ്ക്രീം ചേർക്കുന്നുണ്ട്. പിന്നെ 1 ഗ്ലാസ് പാല് ചേർത്തു, പിന്നെ ഒരു 1/2 ഗ്ലാസ് പാലും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ ഞാൻ 2 അവക്കാഡോയ്ക്ക് വേണ്ടിയിട്ട് 1.5 ഗ്ലാസ് പാലും 1.5 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഏകദേശം ഒരു 3-4 ഗ്ലാസ് അവക്കാഡോ ജ്യൂസാണ് റെഡിയാക്കുന്നത്. പിന്നെ ഒരു 2 സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ എടുക്കുന്നുണ്ട്, വാനില ഫ്ലേവർ ഐസ്ക്രീം കയ്യിലില്ലെങ്കിൽ 1-2 ഡ്രോപ്പ് വാനില എസൻസ് ചേർത്താലും മതി. അപ്പോൾ ഞാനിതാ മധുരം ഒരുപാട് ഞാൻ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല. ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് വാനില ഫ്ലേവർ ഐസ്ക്രീമും അതുപോലെ തന്നെ ഹണിയുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവക്കാഡോ ജ്യൂസിന് ഭയങ്കരമായിട്ട് ചേർന്ന് പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഹണി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ ജ്യൂസൊക്കെ ഓർഡർ ചെയ്യുമ്പോഴത്തേനും അവക്കാഡോ ജ്യൂസ് ആണെങ്കിൽ ഷുഗർ ആഡ് ചെയ്യേണ്ട, ഹണി ആഡ് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. 2 ചെറിയ അവക്കാഡോ എടുത്തു, പിന്നെ 1.5 ഗ്ലാസ് പാല്, പിന്നെ 1.5 ഗ്ലാസ് വെള്ളവും, പിന്നീട് 1-2 സ്കൂപ്പ് ഐസ്ക്രീമും, പിന്നെ ഒരു സ്പൂൺ ഹണി. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ലൂസാക്കുന്നില്ല, കാരണം നമ്മുടെ അവക്കാഡോ ജ്യൂസ് എന്ന് പറയുന്നത് ഒരു ചെറിയ തിക്നെസ്സിൽ കുടിക്കുമ്പോഴത്തേനാണ് ടേസ്റ്റ് എന്ന് പറയുന്നത്. വെള്ളം പോലെ അങ്ങ് ലൂസാവണ്ട. അപ്പോൾ എല്ലാം കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്, നല്ല അടിപൊളിയാണ്. അപ്പോൾ പഞ്ചസാര വേണ്ടവർ പഞ്ചസാര ആഡ് ചെയ്തോളൂ കേട്ടോ. അപ്പം ഞാൻ ഐസ്ക്രീം, വാനില ഫ്ലേവർ ഐസ്ക്രീമും അതുപോലെ തന്നെ ഹണിയുമാണ്. ഈ ആപ്പിൾ ജ്യൂസിനും എനിക്ക് ആപ്പിൾ ജ്യൂസിനും അതുപോലെ തന്നെ അവക്കാഡോ ജ്യൂസ് ഇങ്ങനെയുള്ള ജ്യൂസുകൾക്കൊക്കെ ഹണി ആഡ് ചെയ്യുന്നത് ഇഷ്ടമാണ്. കാര്യം നമുക്ക് അറിയത്തില്ല കാരണം ഹണിയാണോ അതുപോലെ തന്നെ പഞ്ചസാരയാണോ ആഡ് ചെയ്തിരിക്കുന്നതെന്നുള്ള ടേസ്റ്റ് ഡിഫറൻസ് പോലും നമുക്കറിയത്തില്ല. അപ്പോൾ പഞ്ചസാര മാക്സിമം സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ സ്കിപ്പ് ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പോൾ നല്ല കണ്ടോ, ഒരു ചെറിയ കൊഴുപ്പോട് കൂടിയിട്ടാണ്. 1.5 ഗ്ലാസ് പാലും 1.5 ഗ്ലാസ് വെള്ളം. അപ്പോൾ കുറച്ചും കൂടെ ലൂസായിട്ട് വേണം എന്നുള്ളവർ കുറച്ചും കൂടെ വെള്ളമൊക്കെ ചേർക്കുക, പാലൊക്കെ ചേർത്തോളുക. പിന്നെ മധുരം കൂടുതൽ മുന്നിൽ നിൽക്കണം എന്നുള്ളവർ ഐസ്ക്രീം ആണെങ്കിലും തേനാണെങ്കിലും പഞ്ചസാര ആണെങ്കിലും ഒക്കെ കൂടുതൽ ആഡ് ചെയ്തോളുക. നമ്മളുടെ ഒരു നോർമൽ മധുരമാണ് കേട്ടോ. പിന്നെ ഞാൻ ഐസ് വെള്ളം അല്ലല്ലോ, ഐസ് വാട്ടർ ഒഴിച്ചില്ലല്ലോ. അപ്പോൾ ഐസ് ക്യൂബ്സ് ലാസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യമേ ഐസ് വെള്ളത്തിൽ അങ്ങ് അടിച്ചെടുത്താൽ നമ്മുടെ മധുരം ഒന്ന് നന്നായിട്ടങ്ങ് കലങ്ങത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഐസ് ക്യൂബ്സ് ലാസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്, നല്ല അടിപൊളിയാണ്. പിന്നെ ആ ബൗളിലിരിക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് അതിൻ്റെ റെസിപ്പി ഞാൻ പുറകെ ഷെയർ ചെയ്യാം. അതും ഒരു ഇതുപോലെ തന്നെ വൈകുന്നേരം ഞാൻ കഴിക്കാൻ വേണ്ടി റെഡിയാക്കിയ ഒരു ഈസി ഐറ്റമാണ്. ഞാൻ അതിൻ്റേത് ഷെയർ ചെയ്യാം. ഇത് നമ്മുടെ ഐസ് ക്യൂബ് കംപ്ലീറ്റ് അങ്ങ് മെൽറ്റ് ആവാത്തതുകൊണ്ട് ഒഴിച്ചപ്പോഴത്തേനും ആ ക്യൂബ്സ് തെറിച്ചിട്ട് അതങ്ങ് തെറിച്ചതാണ്. അപ്പോൾ ഞാനിത് അതൊക്കെ ക്ലീനാക്കി എടുത്തു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി അവക്കാഡോ ജ്യൂസായിരുന്നു. ഐസ്ക്രീമും ഹണിയും ചേർത്ത് ഹെൽത്തി ആയിട്ട് റെഡിയാക്കിയെടുത്ത അവക്കാഡോ ജ്യൂസ്. അപ്പോൾ ഈ ഒരു ജ്യൂസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പഞ്ചസാരയും അവക്കാഡോയും മാത്രം ഇട്ട് ഡയറക്റ്റ് അടിക്കുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ഐസ്ക്രീമും ഒക്കെ ചേർത്ത് അടിക്കുമ്പോഴത്തേനും. ഇതിലേക്ക് വേണമെങ്കിൽ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി കാഷ്യൂനട്ടും ഒക്കെ അടിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്